നമസ്കാരം. പാവറട്ടിയിലെ അശാസ്ത്രീയ കാന നിർമ്മാണവും അതിനോടനുബന്ധമായി നടന്നിട്ടുള്ള റോഡ് വികസനവും മൂലം ജൂൺ 1-ാം തീയതി രാവിലെ 10 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് 9:30-ക്കൊക്കെ കട തുറക്കേണ്ട വ്യാപാരികൾ സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റാതെ തുറന്നിട്ടുള്ള കടകൾ തന്നെ അടക്കുന്നതിൻ്റെ ദയനീയമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പഞ്ചായത്ത് അധികൃതരായാലും സർക്കാരായാലും ലൈസൻസിൻ്റെ ഫീസും മറ്റ് സേവനങ്ങളും വർദ്ധിപ്പിക്കുക എന്നല്ലാതെ ജനങ്ങളുടെ ഈ ദുരിതത്തിന് ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ഇവർക്കാർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. നിരവധി തവണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷണത്തിന് വരികയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പാവറട്ടിയിലെ ഫാത്തിമ കോംപ്ലക്സിൽ നിന്നുള്ള സങ്കടകരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഈ ഇതിൽ പാവറട്ടിയിൽ 14 വർഷമായിട്ട് കച്ചവടം നടത്തുന്ന ഒരു മൊബൈൽ ഷോപ്പ് ഉടമ എന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും, ഈ കോംപ്ലക്സിലേക്ക് പാവറട്ടിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ല. ഇത് അനധികൃതമായി നിർമ്മിച്ച ഈ കാന നിർമ്മാണവും ഉന്നതാധികാരിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയും അത് നിരവധി തവണ ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു വർഷത്തോളമായി കാനപ്പണി തുടങ്ങിയ സമയത്ത് തന്നെ ഇത് നിരന്തരം റിപ്പോർട്ട് ചെയ്തിട്ടും അധികാരികളുടെ അടുത്ത് എത്തിച്ചിട്ടും യാതൊരു വിലയും കൽപ്പിക്കാതെ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർമാരും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പും കാണിച്ചിട്ടുള്ള അനാസ്ഥയുടെ സങ്കടകരമായ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. കടകളിലേക്കെല്ലാം വെള്ളം കയറി വ്യാപാരികൾ വളരെ വിഷമത്തോടെ നിൽക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഫാത്തിമ കോംപ്ലക്സിൻ്റെ ചരിത്രത്തിൽ ഈ നിൽക്കുന്ന കോംപ്ലക്സിൽ പാവറട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വെള്ളക്കെട്ടുണ്ടാകുന്നത്. കടകളിലേക്കെല്ലാം വെള്ളം ഇരച്ചു കയറി എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്നത് ഈ മഴ അവസാനിച്ച് കട തുറന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇതിനെതിരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആയാലും വ്യാപാരി വ്യവസായി സമിതി ആയാലും കച്ചവടക്കാർക്ക് അനുകൂലമായ രീതിയിലുള്ള എന്തെങ്കിലും നടപടികൾ എടുക്കണമെന്ന് നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുന്നു. നമ്മുടെ മതം, രാഷ്ട്രീയം അതല്ലെങ്കിൽ നമ്മുടെ എല്ലാം മാറ്റിവെച്ച് പാവറട്ടിക്കാർക്ക് വേണ്ടി ഒന്നിച്ച് നമുക്കെല്ലാ ജനങ്ങൾക്കും ഒന്നിച്ച് ഇതിനെതിരെ പോരാടണമെന്നും അധികാരികളുടെ ശ്രദ്ധയിൽ ഇതുപെടുത്തി ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്തുന്ന രീതിയിൽ ഇതിനെ എല്ലാ രീതിയിലും നിങ്ങളിതിനെ മുന്നോട്ട് ഷെയർ ചെയ്ത് ഇത് മുഖ്യമന്ത്രിയിലേക്കും അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയിലേക്കും PWD വാട്ടർ അതോറിറ്റി എന്ന് വേണ്ട ഇതിനോട് ബന്ധപ്പെട്ട സകല ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്കും ഈ വീഡിയോ നിങ്ങൾ എത്തിച്ച് അവർക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കണമെന്ന് വിനയത്തോടെ അപേക്ഷിക്കുന്നു.